പക്ഷെ ഇവർ ഓടി എത്തിയപ്പോഴത്തേക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് പോലും ആദ്യം എന്താ വിചാരിച്ചു പടക്കം പൊട്ടുകയാണെന്നുള്ളത്. അവർ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക കൂളായിട്ട്. എന്താ പിന്നെയാണ് അറിയുന്ന ആൾക്കാർ വീഴുന്നു, പിന്നെ തോക്ക് കാണുന്നു, പിന്നെയാണ് പാനിക്കായത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സെക്യൂരിറ്റിക്കാരെത്തി ഇവരതിൻ്റെ ഒന്നും കംപ്ലൈന്റ് അല്ല പറഞ്ഞു. അവരവിടെ കണ്ട പോസിറ്റിവിറ്റിനെയാണ് അവർ പ്രൊജക്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് പെട്രിയോട്ടിസം. ഒരു രാജ്യം ഇതുപോലുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനെ ഫേസ് ചെയ്ത് നമ്മൾ ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ഒരു പെട്രിയോട്ട് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ ആർത്തിനെ പറയുന്നത്, എന്നേക്കാൾ വലിയ പെട്രിയോട്ടിസം ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്, ആ ഭാര്യയ്ക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ബോൾഡ്നെസ് ആണ് അവിടെ കണ്ടത്. അല്ലാതെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല, ഇത് കംപ്ലൈൻറ്റ്, നോ കംപ്ലൈൻറ്റ്സ്. ആൻഡ് ഇത് കാണുമ്പോൾ മറ്റുള്ള ജനങ്ങളും അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ പാകിസ്ഥാൻ എന്തായിരുന്നു പ്ലാന്? ഇവരൊരു കുത്തിത്തിരിപ്പ്, ഒരു ബോംബും പൊടിച്ചിട്ട് പിന്നെ ഇന്ത്യ മുഴുവൻ അലയടിക്കുന്ന ഒരു ഡയലോഗ് അവിടെ ഇട്ട് കൊടുത്തു. കൽമ ചൊല്ലാൻ അറിയാമെന്നും ചോദിച്ചിട്ട് അങ്ങ് തുടങ്ങിയിട്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ? വൈ? പാകിസ്ഥാനി മിലിറ്റൻസിന് ഇന്നേ വരെ ഇന്ത്യയിലത്തെ ഒരു മുസ്ലിമിനോടും സിമ്പതി ഇല്ല. ഇത് ഞാൻ കീർത്തിചക്രയിൽ ഈ ഡയലോഗ് എഴുതി വെച്ചിട്ടുണ്ട്. ആ മിലിറ്റന്റിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചിട്ടുണ്ട്, अरे बुढ़िया तुम हिंदुस्तानी मुसलमान को तो हम मुसलमान मानते नहीं है, हमारे लिए तुम एक मुसलमान कोई जो भी मरे हमारे लिए एक हिंदुस्तानी मरा है എന്നുള്ള ഡയലോഗ് 2006 മിലിറ്റന്റിനെ കൊണ്ട് ഞാൻ കീഴ്ചക്രയിൽ എഴുതിയിട്ടുണ്ട്. ഇത് ഞാൻ അറിയുന്ന കാശ്മീരിലെ മിലിറ്റൻസി ആയിരുന്നത്. അതാണ് ഇപ്പോൾ ഉമ്മാരിവിടെ ചെയ്തിരിക്കുന്നത്. അതിനെ വെച്ച് കളിക്കുകയായിരുന്നു. ഹിന്ദു ആരും മുസ്ലിം, നിനക്കെന്ത് ഹിന്ദു എന്ത് മുസ്ലിമടാ? നീ വന്നത് ഇന്ത്യക്കാരെ കൊല്ലാനാണ്. ഇത് ഇന്ത്യക്കാരോട് പറയാനാണ് ഞാൻ അന്നത്തെ ആ മോർണിംഗ് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, മക്കളെ ഡോണ്ട് ഗെറ്റ് ക്യാരിഡ് അവേ. അപ്പോഴത്തേക്കും ഹിന്ദുക്കളുടെ മനസ്സിനകത്ത് അത് കയറുന്നു, മുസ്ലിമിന്റെ മനസ്സിനകത്ത് അപ്പുറത്തേക്ക് അത് കയറുന്നു. നെവർ ഫോൾ ഫോർ ദിസ്, സ്റ്റാൻഡ് ടുഗദർ. അവർ വന്നതും കൊന്നതും ഇന്ത്യക്കാരെയാണ്. സോ ലെറ്റ് us say that we are Indians. നമ്മൾ ഇന്ത്യൻസിൽ ഞാനിപ്പോ സാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പാർട്ട് ഓഫ് ഓൾ ദിസ് സാർ ഇപ്പൊ ഈ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു സംഭവം എല്ലാവർക്കും അതൊരു സ്റ്റേറ്റ്മെന്റ് വളരെ മീൻസ് മികച്ചതായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ പറയാം, ഒരു സാധാരണ ഒരു ചായക്കടയിൽ പോലും ഉള്ളവര് ഇപ്പൊ ഇവിടെ ഇരുന്ന് പറയുമായിരിക്കും, അവന്മാർ ഇവിടെ വന്ന് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ മിസൈൽ വിടണം, അല്ലെ അവിടെ പോയി അറ്റാക്ക് ചെയ്യണം എന്ന് ഞാൻ പറയാം. ചെറിയൊരു ഡിസ്കഷൻ പോലും ഇതാണ്, മിസൈൽ വിട്ടോ, ഇപ്പൊ ആദ്യം നോക്കിയിരിക്കുന്നത് അതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്ത ഫസ്റ്റ് വൈസ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓരോരോ എഗ്രിമെന്റ്സ്, ഇപ്പം സിന്ധു ജല കരാറാണെങ്കിൽ എഗ്രിമെന്റ് സസ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇവരോട് ഇവിടുന്ന് പോവാൻ പറയുക, ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ ആൾക്കാർ കരുതി ഇതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? ഞാനപ്പോൾ സാറിനോട് ചോദിക്കാൻ വന്ന ഒരു ബിഗ് ഡീലാണ്. എനിക്ക് തോന്നുന്നു വാറിൽ പോലും നമ്മൾ ഒരിക്കലും ഇൻ ദസ് വലിയ ട്രീറ്റ് നമ്മൾ ഇത് സസ്പെൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് സാർ എന്ന് പറയുമോ? ബിക്കോസ് അതല്ലേ ആൾക്കാർ അറിയേണ്ടത്. അമ്മ ഈ പറയുന്നത് നിങ്ങളിപ്പോ ഒരു വാർ, നമ്മുടെ വികാരം എന്റെ വികാരമാണ് ഇപ്പൊ പോണം തട്ടണം എന്നുള്ളത്. പക്ഷെ ആസ് എ മിലിറ്ററി മാൻ I'll think twice. ഞാനിപ്പോൾ പോയിട്ട് അവിടെ നമ്മുടെ ഗവൺമെൻറ് പോയിട്ട് പെട്ടെന്ന് പോയിട്ട് അങ്ങ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടാലിയേഷൻ വരും എന്നുള്ളത് നമ്മൾ ആദ്യം ആലോചിക്കണം. ആ റിട്ടാലിയേഷൻ വരാൻ ഇവിടെ ബോർഡറിൽ നമ്മൾ ഓൾറെഡി സജ്ജമാക്കണം. അതിന് നമുക്കൊരു 48 hours വേണം. അതിൻ്റെ ഡിലേക്കാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. പിന്നെ നിങ്ങൾ ഡിപ്ലോമാറ്റ്സിനെ പറഞ്ഞയച്ചു, ഓക്കെ ഫസ്റ്റ് ത്രോ ദം ഔട്ട്. നമ്മുടെ ആൾക്കാരെയും തിരിച്ചു വിളിച്ചു. സിന്ധു നദി, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പെട്ടെന്നൊന്നും പാകിസ്ഥാനെ എഫക്ട് ചെയ്യില്ല. കാരണം ഈ നദിയിലത്തെ വെള്ളത്തിനെ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് വേറെ സ്ഥലങ്ങളിലേക്ക് അയക്കണമെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ us. അപ്പൊ ഈ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതൊരു ലോങ് ടേം പണിഷ്മെന്റ് ആണ് അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് 8 months to 1 year. അപ്പൊ അത് ട്രീറ്റ് ചെയ്തങ്ങ് ഒഴിവാക്കി അത് കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് പൽപ്പറ്റേഷൻ തുടങ്ങും. ഇവന്മാർ എപ്പോഴാണ് ഇങ്ങനെയാണ് ഡീവിയേഷൻ തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആരും അത് വിചാരിച്ചിട്ട് അവർക്ക് വെള്ളം കുടിക്കാൻ ഉണ്ടാവില്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് 1 വർഷത്തോളം വെള്ളമൊക്കെ കിട്ടും. അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണ്ട. അത് നമ്മൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. സസ്പെൻഡ് ഒന്നുമില്ല. സസ്പെൻഡ് ചെയ്ത് ഇനിയിപ്പോ നമ്മൾ ഒഴുകുന്ന പുഴയെ പെട്ടെന്നൊരു തട വെച്ചിട്ട് ഇതാക്കാൻ പറ്റില്ല. അത്രയും വെള്ളം വരുന്നതാണ് ഈ സിന്ധു നദി, ആ മലയുടെ ഇടയിൽ കൂടെ. അപ്പൊ ഈ റിവറിലെ നമ്മൾ ഇനി ഡീവിയേറ്റ് ചെയ്യണം. ഈ പാകിസ്ഥാനിലേക്ക് പോകുന്ന സാധനത്തിന് നമ്മൾ നമ്മുടെ ഇന്ത്യയിലോട്ട് തന്നെ ഡീവിയേറ്റ് ചെയ്ത് ഡാമുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുകൊണ്ട് ദിസ് ഇസ് നോട്ട് എ ഇമ്മീഡിയറ്റ് പണിഷ്മെന്റ്, ഇറ്റ്സ് എ ലോങ് ടേം പണിഷ്മെന്റ്. അത് കിട്ടും. പിന്നെ അതിന് അപ്പുറത്ത് അവർ സിംല കരാർ ഓൾറെഡി അവർ ലംഘിച്ചിരിക്കുന്നു. അവരിങ്ങോട്ട് വരലും ഇവിടെ കയറലും ഇവിടെ അറ്റാക്ക് ചെയ്യലും ഇതൊക്കെ അവർ ചെയ്തിരിക്കുന്നു. അപ്പൊ സിംല കരാർ ഹാർഡ്ലി മേക്സ് എനി ഡിഫറൻസ് ടു us. സീസ് ഫയറിന്റെ അതിന്റെ പേരിലല്ല. സിന്ധു യെസ് ദാറ്റ് വിൽ എഫക്ട് ലോങ് ടേമിൽ. അപ്പൊ അതവിടെ നിൽക്കട്ടെ.
പിന്നെന്താ ചോദിച്ചു, അമ്മ ചോദിച്ചു എന്താ അടിക്കാത്തതെന്നുള്ളത്. ഇപ്പൊ നമ്മൾ അപ്പുറത്ത് കയറിയിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കും, പെട്ടെന്ന് ഇപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബ്ലോക്ക് ചെയ്യാൻ നമ്മൾ ഇവിടെ സ്ട്രോങ് ആക്കണം. അപ്പൊ എല്ലാ പഴുതുകളും അടയ്ക്കാൻ ജസ്റ്റ് ഗീവ് us about 48 to 72 hours. അതാണ് ഇപ്പൊ പ്രിപ്പറേഷൻ നടക്കുന്നത്. അതിന് താഴത്തുനിന്നുള്ള ഇപ്പൊ ഇന്നലെ ആട്ടിയടക്കം പറഞ്ഞു, അവരുടെ റിലേറ്റീവ് മേജറിനെ അവരെല്ലാം താഴത്തുനിന്നൊക്കെ മുകളിലേക്കാണ്ട് കയറി, ഇതെല്ലാം ഇമ്മീഡിയറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ പ്രൈം മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ബിലീവ് ഇൻ മൈ പ്രൈം മിനിസ്റ്റർ. കാരണം ഈ പ്രൈം മിനിസ്റ്റർ വന്നതിന് ശേഷം എനിക്ക് ആർമിയിൽ സർവീസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ദുഃഖിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സർവീസ് ചെയ്ത 96 പലപ്പോഴും ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ ഷെല്ലിംഗ് നടക്കും പിക്കറ്റ് 43 പിക്കറ്റ് 43 അല്ല, പോസ്റ്റ് 43, അതിൻ്റെ പേരിലാണ് ഞാൻ ആ പിക്കറ്റ് 43 എന്നുള്ള സിനിമ ചെയ്തത്. ഷെല്ലിംഗ് നടക്കുമായിരുന്നു. തിരിച്ചടിക്കാൻ അവിടുത്തെ പിക്കറ്റുകാർക്ക് പെർമിഷൻ ഇല്ല. അതിന് ഡൽഹിക്ക് ഫോൺ അടിച്ച് പെർമിഷനൊക്കെ വരുമ്പോഴത്തേക്കും 3 ദിവസം പിടിക്കും. ഇന്ന് അതല്ല, ഒരു ബുള്ളറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ 100 അങ്ങോട്ട് കൊടുത്തോ എന്നുള്ള ഓർഡർ എല്ലാ പിക്കറ്റുകളിലും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇത് ഫയറിങ് നടക്കാത്തത്, ഷെല്ലിംഗ് ഒന്നും നടക്കാത്തത്. നടന്നാൽ അവർക്ക് തിരിച്ചു കിട്ടുന്നത് അറിയാം. ഇതിന്റെ ഇടയ്ക്ക് ഇപ്പം എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണ്, ഞാൻ സാറ് നമ്മളിത് പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും നമ്മളിത് സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. there was an error, അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസ് ഓർ റോയുടെ ഒരു പിഴവ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ പോലും ഇല്ലേ, അതിനകത്ത് ഒരു ഇതും വേണ്ട. നമ്മുടെ ഇന്റലിജൻസ് ഫെയിലിയർ എന്നും പറഞ്ഞിട്ട് അതിനെ വാഷ് ചെയ്തിട്ട് പ്രധാനമന്ത്രി രാജിവെക്കണം, ഇത് എല്ലായിടത്തും കേൾക്കുന്നത്. അതല്ല, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടെങ്കിൽ അതിനുള്ളതായിട്ട് നടപടി നടക്കും. അപ്പം ഇന്റലിജൻസ് ഫെയിലിയർ എന്ന് ഈ സ്ഥലത്ത്, അതല്ല ഞാൻ പറഞ്ഞത്, ഈ വിഡ്രോവൽ ഓഫ് ദിസ് മിലിറ്ററി ഫോഴ്സസ് ഈസ് ടേക്കിംഗ് ഔട്ട് ദ ഡിറ്ററൻസ് എന്നുള്ളതാണ് ഈ പറയുന്നത്. പറഞ്ഞാൽ നമ്മൾ ഈ ഒരു അങ്ങനെ കാണിക്കണം, ഇതാ വന്ന തട്ടും. അപ്പം അത് ആ ഓബ്വിയസ് ആയിട്ട് നിൽക്കുന്ന പട്ടാളക്കാർ പോലും പലപ്പോഴും മറ്റേ ഇവർക്ക് ടൂറിസ്റ്റുകൾക്കും ലോക്കൽസിനൊക്കെ പട്ടാളക്കാരെ നിൽക്കുന്നു ഒരു പേടി എവിടെയുണ്ട്. ഇതിനെയാണ് പതുക്കെ ഈ പട്ടാളം പിറകിലോട്ട് വലിയുന്നത്. എന്നിട്ട് അവർ ഹൈഡിങ്ങിലായിട്ട് ആ പിക്കറ്റിൽ ഈ പിക്കറ്റിലൊക്കെ നിന്ന് ഇങ്ങനെ കൊടുക്കും. അപ്പം എന്താണ്, സെക്യൂരിറ്റി ഫോഴ്സസ് കുറച്ചിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അവിടെ നാളെ ഒരു ജനറൽ ഇരുന്നിട്ട് നിലവിളി കൂട്ടുന്നുണ്ടായിരുന്നു, ഒരു ബക്ഷി എന്നും പറഞ്ഞിട്ട്, മീശയുള്ള എപ്പോഴും ജലദോഷം പിടിച്ചിരിക്കുന്ന ഒരു ജനറലാണ്. ആൾക്കാരെ കുറച്ചു മറ്റേ ഇത് വന്നു എന്നുള്ളത്. ആ ജനറൽ ഇപ്പോഴും ഞാൻ സർവീസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജനറൽ, എൻ്റെ സീനിയർ ഓഫീസറാണ്. സോറി ടു സേ ദാറ്റ് ഹീസ് എ ലൗഡ് മൗത്ത് ആൻഡ് ഹി വാസ് ടോക്കിംഗ് അബൌട്ട് അഗ്നിപത്തും അഗ്നിവീറും, ആൾക്കാരെ കുറച്ചു, സ്ട്രെങ്ത് കുറച്ചു, അതല്ലേ ഇതെല്ലാം. ഇപ്പൊ ടെക്നോളജി 10 പിക്കറ്റിലും 50 പിക്കറ്റുകളിൽ 50 കിലോമീറ്റർ ദൂരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പിക്കറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 പിക്കറ്റ് അല്ലെങ്കിൽ ഒരു 60 പിക്കറ്റ് കാണുമായിരിക്കും പ്രൊട്ടക്ഷൻ. ഓരോ പിക്കറ്റിലും 6 പേര് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ 6 പേരുടെ എന്ന് പറഞ്ഞാൽ മിസറബിൾ ലൈഫാണത്. അപ്പൊ 5000, 30, 300 ആൾക്കാരുള്ള സ്ഥലത്ത് ഇപ്പൊ ഒറ്റ ഡ്രോൺ കയറ്റി അവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ ഡ്രോൺ അവിടെയാണ്, അവൻ അവിടെ ഈ 50 കിലോമീറ്റർ കവർ ചെയ്യുന്നു. പട്ടാളക്കാരൻ ഒരു പക്ഷെ കണ്ണടയ്ക്കുമായിരിക്കും, ഡ്രോൺ കണ്ണടക്കില്ല. സോ ടെക്നോളജി ഹാസ് ഡെവലപ്ഡ്